ഡാർക്ക് സൈക്കോളജിയെ പറ്റി മനസ്സിലാക്കുന്നതിന് മുൻപ് നിങ്ങൾ എപ്പോഴെങ്കിലും 100% നോ പറയേണ്ട സ്ഥലങ്ങളിൽ നിങ്ങൾ യെസ് പറഞ്ഞിട്ടുണ്ടോ? അതേ കണക്ക് നിങ്ങൾ ഒരാളോട് ആത്മാർത്ഥമായിട്ട് നല്ലൊരു സ്നേഹബന്ധം പുലർത്തിയിട്ട് അവസാനം നിങ്ങൾക്ക് മനസ്സിലാവുകയാണ് അയാളെ നിങ്ങൾ അവരുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയായിരുന്നു. സോ ഇങ്ങനെ ചെയ്യുന്ന പ്രവർത്തികളെ ആൾക്കാർ നിങ്ങളോട് കാണിക്കുന്നതിനെയാണ് ഡാർക്ക് സൈക്കോളജി എന്ന് പറഞ്ഞാൽ. സോ നിങ്ങളൊരു കറക്റ്റ് പ്ലേസിലാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. സോ ഈ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡാർക്ക് സൈക്കോളജിയെ നിങ്ങൾക്ക് ചിലപ്പം പല പല പ്രമുഖമായ സൈക്കോളജിക്കൽ ബുക്കിൽ നിന്ന് ഈ റൂളുകൾ കാണാൻ പറ്റും. ഈ റൂളുകൾ സൈക്കോളജിക്കലി ആളുകൾ നമ്മളോട് പ്രയോഗിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ അവരിൽ നിന്ന് ഇതുപോലെ ആളുകളിൽ നിന്ന് ഡിഫെൻഡ് ചെയ്യാമെന്ന് ഈ റൂളിൽ പഠിപ്പിക്കുന്നത്. സോ ഇതുപോലുള്ള സൈക്കോളജിക്കൽ കണ്ടൻറ്റുകൾക്ക് നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 റൂളുകൾ പറയുന്നതിന് മുൻപായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കേണ്ട ഒരു ബേസിക് കാര്യമുണ്ട്. നോർമൽ സൈക്കോളജിയും ഡാർക്ക് സൈക്കോളജിയും തമ്മിലുള്ള വ്യത്യാസം എന്താണുള്ളത്? നോർമൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ സിമ്പിളാണ്. നമ്മൾ സാധാരണമായിട്ട് ആൾക്കാരെ കണ്ട് സംസാരിക്കാനും അവരെ മനഃശാസ്ത്രപരമായി മനസ്സിലാക്കി അവരോട് നല്ലൊരു ബന്ധം പുലർത്താനും ഒരു പോസിറ്റീവ് വൈബിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു സാധനത്തെയാണ് സൈക്കോളജി എന്ന് പറയുന്നത്. പക്ഷേ ആളുകൾ അതിനെ ഇന്ന് പല രൂപത്തിൽ മറിച്ചും തിരിച്ചും ആളുകളെ കളിയാക്കാനും ബുദ്ധിമുട്ടിക്കാനും ഇമോഷണൽ തളർത്താനും വേണ്ടി ഇന്ന് ഡാർക്ക് സൈക്കോളജി അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഡാർക്ക് സൈക്കോളജി ഇതുപോലെയുള്ള ആളുകളിൽ നമുക്ക് തിരിച്ച് പ്രയോഗിക്കാൻ, അതുപോലെ തന്നെ നല്ല ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ അച്ചീവ്മെൻറ്റിന് വേണ്ടി നമുക്ക് ഡാർക്ക് സൈക്കോളജി നല്ല രീതിയിലും ഉപയോഗിക്കാൻ പറ്റുന്നു. സോ അതേപോലത്തെ 2 റൂളുകളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എനിക്ക് പേഴ്സണലി വളരെ ഉപകാരപ്പെട്ടുള്ള ഈ 2 റൂളുകളാണ്. സോ യു ആർ എ സ്റ്റുഡൻറ്റ് ഓർ എ അഡൾട്ട്, എത്ര വയസ്സോ ആയിക്കോട്ടെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഈ റൂള് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. സോ ഇതിലെ 2ാമത്തെ റൂൾ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഈ 2ാമത്തെ റൂള് നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ആദ്യത്തെ റൂള് നിങ്ങൾ കേട്ടത് കൊണ്ടോ മനസ്സിലാക്കിയത് കൊണ്ടോ ഒരു ഗുണവും ഇല്ലാതെയായി. സോ 1ാമത്തെ റൂളാണ് ഫൂട്ട് ഇൻ ദ ഡോർ. ഈ ഫൂട്ട് ഇൻ ദ ഡോർ എന്ന ഒരു തിയറി അമേരിക്കയിലെ ഒരു പ്രമുഖരായ ഒരു സൈക്കോളജിസ്റ്റ് തുടക്കത്തിൽ കണ്ടുപിടിച്ച റൂളാണ്. ഈ റൂൾ ഇന്ന് പല സെലിബ്രിറ്റീസിനും ഉപകാരപ്പെട്ടു. അവർ പല പല ഇൻ്റർവ്യൂസിൽ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഫൂട്ട് ഇൻ ദ ഡോർ, നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും ഫൂട്ട് ഇൻ ദ ഡോർ എന്താണെന്ന്. സോ ഫൂട്ട് ഇൻ ദ ഡോർ എന്താണെന്ന് ഞങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇമോഷണലി വീക്കായിട്ടുള്ള ഒരാളാണ്. അങ്ങനെയുള്ള ആളുകളെ സൊസൈറ്റി മനസ്സിലാക്കും, ഇവ ഇമോഷണലി വീക്കാണ്. സോ അവർക്ക് ഹാർഡാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ അവർ നിങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കും. എങ്ങനെയാ വെച്ചാൽ ഇപ്പം അവർക്കൊരു വർക്ക് കിട്ടിക്കഴിഞ്ഞ് അവർ എടാ ഇതെനിക്കൊന്ന് ചെയ്തു തരുമോ, അല്ലെങ്കിൽ എടി ഇതെനിക്കൊന്ന് ചെയ്തു തരുമോ, ഭയങ്കര പാടാണ്. അങ്ങനെ നിങ്ങൾ ഇമോഷണലി വീക്കാണ്, അവരെന്ത് പറഞ്ഞാലും നിങ്ങൾ അതേ കണക്ക് ചെയ്യുമെന്നുള്ള ഒരു കോൺസെപ്റ്റ് അവരുടെ മൈൻഡിൽ അവർ ചിന്തിച്ചിട്ട് അത് നിങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്, നമ്മൾ ഓൾറെഡി ഇമോഷണലി വീക്കാണ്. സോ എന്ത് ചെയ്യുന്നു, അവരിഞ്ഞ് നമ്മളെപ്പറ്റി എന്ത് വിചാരിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് അത് മേടിച്ച് അവർക്ക് ചെയ്തു കൊടുക്കുന്നു. ഇത് ഒന്നും തീരില്ല, പിന്നെയും വരും. 1 വട്ടം വരും, 2 വട്ടം വരും, 3 വട്ടം, അങ്ങനെ അവർ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളെ അവർ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. സോ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി നിങ്ങൾ ഇൻക്രീസ് ചെയ്യേണ്ട സമയത്ത് മറ്റുള്ളവരുടെ പ്രൊഡക്ടിവിറ്റി നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ ഈ റൂളിൽ പറഞ്ഞ സിമ്പിളാണ്. നമ്മളോട് എത്ര അടുത്തായ ഒരാളായാലും നമ്മളോടൊരു ആവശ്യം പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു 5 സെക്കൻഡ് ചിന്തിക്കുക. സോ ഞാൻ എൻ്റെ സമയത്താണോ ചെയ്യുന്നത്? സോ നിങ്ങൾ ആ ഒരു സമയത്ത് പറയുന്ന ഒരു നോ അവരെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യും. ഞാൻ തെറ്റിദ്ധരിച്ചാണ്, ഇവൻ ഇമോഷണലി ഇത്ര ബ്രേക്ക് ഡൗൺ ആയിട്ടുള്ള ഒരാളല്ല. സോ ഇവനോട് ഇനിയും പറയാൻ പറ്റില്ല, ഞാൻ അടുത്ത വേറെ ആളെ പിടിക്കാം. സോ ഈ റൂള് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആളുകൾ നിങ്ങളെ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. നിങ്ങളത് മനസ്സിലാക്കുക. നിങ്ങൾ എത്രത്തോളം വീക്കറാണെന്ന് ആളുകൾ വിചാരിക്കുന്നുണ്ടോ അത്രത്തോളം ആളുകൾ അവരുടെ ആവശ്യങ്ങൾ നിങ്ങളിലേക്ക് അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കും. സോ 2ാമത്തെ റൂളാണ് ലവ് ബോംബിങ്. പേര് കണക്ക് തന്നെ ഇത് അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു റൂളാണ് സൈക്കോളജിക്കൽ വേൾഡിൽ. സോ റൂള് വളരെ സിമ്പിളാണ്. നമ്മളോട് ഒരു പരിചയമില്ലാത്ത ഒരാൾ നമ്മളോട് സ്നേഹം കാണിക്കുന്നു, നമ്മളോട് ഭയങ്കര കെയറിങ് കാണിക്കുന്നു. സോ ഇതുവഴി അവർ നമ്മളുടെ അറ്റൻഷൻസ് പിടിച്ചെടുക്കുന്നു. അങ്ങനെ അവരുടെ ആവശ്യങ്ങൾ നമ്മളിൽ നിന്ന് എത്രത്തോളം അവർക്ക് നേടിയെടുക്കാൻ പറ്റുന്നോ അത്രത്തോളം അവർ ഉപയോഗിച്ചു. ഒരു സാധാരണക്കാരനായ ഒരാൾ, ഇപ്പോൾ വീക്കായിട്ടുള്ള ഒരാളാണ്, ഒരു വീക്ക് മെൻറ്റാലിറ്റി ഉള്ള ഒരാളാണെങ്കിൽ അയാളുടെ അടുത്ത് വന്നിട്ട് ഭയങ്കര സ്നേഹം കാണിക്കുമ്പോൾ അയാൾക്ക് ഇതുവരെ കിട്ടാത്ത സ്നേഹം കിട്ടുമ്പോൾ അയാൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിലോട്ട് വീണ് പോകുന്നു. സോ ഇതുവഴി എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് നിങ്ങളുടെ ടോട്ടൽ കൺട്രോൾ അവരുടെ കൈവെള്ള കിട്ടുവാണ് അവർക്ക്. സോ ഇതുവഴി അവരുടെ എന്ത് ആവശ്യങ്ങളുണ്ടോ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും, അവരുടെ സ്നേഹം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടി. സോ ഞാൻ ഒരു കാര്യം പറയാം, ലോകത്ത് നിങ്ങൾ കാണുന്ന ഒരു സ്നേഹവും സത്യമുള്ള സ്നേഹമല്ല. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ അത് നമ്മളോട് മാത്രമുള്ള സ്നേഹമാണ് ഒറിജിനൽ സ്നേഹം.
സോ ഇത് എല്ലാ തിയറീസും എല്ലാ സയൻറ്റിസ്റ്റുകളും പറഞ്ഞ ഒരു കാര്യമാണ്. മറ്റുള്ളവർ നമ്മളോട് കാണിക്കുന്ന സ്നേഹം ഒരിക്കലും സത്യമുള്ളതല്ല. അത് ഏത് നിമിഷം വേണമെങ്കിലും ഇല്ലാതായി പോകാവുന്നതാണ്. സോ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ആരെങ്കിലും നിങ്ങൾ അമിതമായിട്ടുള്ള സ്നേഹങ്ങളോ ബന്ധങ്ങളോ പുലർത്തുന്നുണ്ടെങ്കിൽ സോ അത് ഒരുപാട് കാലം നീണ്ടു പോകില്ല. സോ അങ്ങനെ അഭിപ്രായമുള്ളവർ ഈ വീഡിയോ കാണുന്നവർ തന്നെ ഒരുപാട് പേര് കാണും, എനിക്കറിയാം. സോ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ആദ്യം പറഞ്ഞ റൂളും രണ്ടാമത് പറഞ്ഞ റൂളും തമ്മിലുള്ള കണക്ഷൻ എന്ത് പറഞ്ഞാൽ, നമ്മൾ എപ്പോഴും ഏതൊരു കാര്യം ചെയ്യാൻ പോകുമ്പോഴും 5 മിനിറ്റ് ചിന്തിക്കുക. ഇപ്പം നിങ്ങളോട് ഒരാളുടെ സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിൽ അത് സത്യമുള്ളതാണോ, അവരുടെ ആവശ്യമുള്ളതാണോ. ആദ്യം നിങ്ങൾ സ്നേഹം കാണിക്കുമ്പോൾ നിങ്ങൾ നേരിട്ട് അവിടെ ചെന്ന് ചോദിക്കുകയും ചെയ്യില്ല. നിങ്ങൾ അവരൊന്ന് മനസ്സിലാക്കിയെടുക്കുക, അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ വഴി നേടിയിരിക്കുന്നത്. ഇനി നിങ്ങളുടെ ഒരു ആവശ്യം അവരുടെ മുന്നിലേക്ക് ഇട്ട് കൊടുത്തു നോക്കുക, അവർ ആ ഏരിയയെ കാണില്ല. 100% ഷുവറാണ്. സോ ഈ 2 സൈക്കോളജിക്കൽ റൂളുകൾ നിങ്ങൾ മനസ്സിലാക്കി എന്ന് എനിക്ക് വിശ്വസിക്കുന്നു. ഇതുവരെ നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കൽ റൂളുകൾ, ഇതുപോലെ ഡാർക്ക് സൈക്കോളജിക്കൽ റൂളുകൾ, നമ്മൾ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നുള്ളത്. സോ നെക്സ്റ്റ് വീഡിയോ വി ആർ പ്രിപ്പയറിങ് ഒരു 10 റൂള് വെച്ചിട്ടുള്ള ഓരോ 10 വീഡിയോസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ നമുക്ക് ഡാർക്ക് സൈക്കോളജിയെ ഉപയോഗിക്കാമെന്നുള്ളത്. അത് എങ്ങനെ മോശമായ രീതിയിലല്ല, എങ്ങനെ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്ത ആളുകൾക്ക് എതിരെ നമുക്ക് സൈക്കോളജിക്കലി എങ്ങനെ മൂവ് ചെയ്യാന്നുള്ള വീഡിയോസ് നമ്മൾ വരും ദിവസങ്ങൾ തൊട്ട് അപ്ലോഡ് ചെയ്തിരിക്കും. സോ സ്റ്റേ ടേൺഡ്, വെയിറ്റ് ഫോർ ദ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.